അപ്പോൾ മക്കളെ ചക്കക്കുരു മുരിങ്ങാക്കായാണ് കൂട്ടാൻ മാങ്ങ ഇട്ടിട്ട് വെക്കുക കേട്ടോ. ചക്കക്കുരു മുരിങ്ങാക്കായും കൂടെ കറിയാണ്. അപ്പോൾ മാങ്ങ പൂണ്ടിട്ടു, മുരിങ്ങാക്കായി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പച്ചമുളക് 2-3 ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വിസിലടിച്ചെടുക്കാം കേട്ടോ. തേങ്ങ, കുഞ്ഞുള്ളി, ചെറിയ ജീരകം, 2 പോണ വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കുക. നമ്മളതിൻ്റെ ഇടയിൽ നമ്മൾ കടുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറവിടുന്നതിൻ്റെ മുന്നേ ഒന്ന് വെന്തതിന് ശേഷം ചിക്കനും കുറച്ച് വറവിടാതെ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ കടുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടി മഞ്ഞളും മുളകും ശർക്കരയും കൂടെ ഇട്ട് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കന് മാറ്റി വെച്ചു. ഇനി അതൊന്ന് നമുക്ക് ഒന്നും കൂടെ എടുക്കണം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ചിക്കനുള്ളിലാണ് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞമ്മക്കുള്ളിയിലാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പപ്പൻ്റെ പഴയ കാലത്ത് ഓരോ കുടുംബ ഫാമിലി ഫോട്ടോ. ഇത് മമ്മിയമ്മയാണ്. ഇതൊക്കെ പപ്പൻ്റെ ആരൊക്കെ എനിക്കറിയാം. പപ്പല്ല, പപ്പൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ. പപ്പ എന്തൊരു പപ്പല്ല അല്ലേ. അപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ പിന്നെ ചക്കക്കുരു മുരിങ്ങാക്കായൊക്കെ വെന്ത് വന്നിട്ടോ. അപ്പോൾ ഇനി അതിൽ നമുക്ക് തേങ്ങ അരച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങ നല്ലോണം അരക്കണം കേട്ടോ. നമ്മൾ കറി വെക്കുന്ന സമയത്ത് തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാങ്ങി ചക്കക്കുരും മുരിങ്ങാക്കായൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ കറി നമ്മൾ വറവിട്ട് മാറ്റി വെച്ച് ഇനി നമ്മൾ കടുമാങ്ങ ഒന്ന് വറവിടണം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടുകൊണ്ട് നമ്മളെ കടുമാങ്ങ വറവിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കടുമാങ്ങ. അപ്പോൾ നമ്മളെ കറിയും കടുമാങ്ങ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചിക്കുവിന് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കു വിശക്കെന്ന് പറഞ്ഞപ്പോൾ കയ്പൊക്ക പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ. കയ്പൊക്ക പൊരിച്ചത് നല്ല കടുമാങ്ങ പറഞ്ഞാൽ ഇതൊന്നും ഉണ്ടാക്കി തന്നെ നോക്കണ്ട. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കുറേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മുരിങ്ങാക്കായും മാങ്ങയും കൂടെ എല്ലാ കറിയും കടുമാങ്ങയും നമ്മൾ പയറുപ്പേരി കേട്ടോ. പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നത്.